മാറേണ്ടത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത് ജ്യോതികുമാർ ചമക്കല. ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞതിനോടുള്ള മറുപടി, ഒപ്പം കെ വി സരിത സൂചിപ്പിച്ചൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ. അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം വഴി ഹിന്ദു വോട്ടുകൾ CPM നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് തീയ ഈഴവ വോട്ടുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന വിള്ളൽ ക്രൈസ്തവ പക്ഷത്തെ അവരിൽ നിന്ന് അകറ്റിയത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് CPM നിലപാടെടുത്തതാണ്. അതാണ് നേരത്തെ പ്രേംകുമാർ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് കേവലം വോട്ടിന് വേണ്ടിയുള്ള ഒരു പ്രീണനമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി എടുത്ത രാഷ്ട്രീയ നിലപാടാണ്. യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണോ നമ്മൾ? നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പ്രേംകുമാർ തന്നെയാണ് ഇതിനൊരു ന്യായീകരണം പറയുന്നത്. ഏതായാലും അത് പാർട്ടി വിലയിരുത്തട്ടെ. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ. അവർക്ക് വളരെ സിമ്പിളായി മലയാളത്തിൽ പറഞ്ഞാൽ അക്ഷരത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്നാണ് ഇപ്പോൾ LDFൻ്റെ അവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമായി ഇവർ രണ്ടുപേരും ഉപയോഗിച്ചവരാണ്. BJP ഒരു ഭാഗത്ത് മറുഭാഗത്ത് LDF ഉപയോഗിച്ചാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, വിശ്വാസികളുടെ വഴിക്ക് വിടൂ, അതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല, വിശ്വാസികൾ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനകത്ത് വാശി കാണിച്ചത് BJPയും അതുപോലെ തന്നെ LDFുമാണ്. സ്വാഭാവികമായി രണ്ടുപേരെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്നും രാഷ്ട്രീയമായ ലാഭം കൊയ്യുക ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറാകുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുമ്പോൾ CAA പൊളിറ്റിക്കലായി ഞങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഞങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് രണ്ട് വോട്ടിന് വേണ്ടി ഇതിനെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. അക്കാര്യത്തിൽ ഇപ്രാവശ്യവും LDFും അതുപോലെ തന്നെ NDAയും പുറകിലായിരുന്നില്ല എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. കാരണം രണ്ടുപേരും രണ്ട് വഴിക്ക് നിന്നുകൊണ്ട് ഇത്തരത്തിൽ വർഗീയമായി ചേരിതുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ കാണേണ്ടതുണ്ട്. ഇവിടെ താങ്കൾ തുടക്കത്തിൽ എൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ പറഞ്ഞു നാളെ കൂടുന്ന മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് തൃശ്ശൂരിലെ ഒരിക്കലുമല്ല. താങ്കൾ അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് എനിക്കത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നാളെ KPCCയുടെ എക്സിക്യൂട്ടീവ് ചേരുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് അവലോകനം നടത്താൻ തന്നെയാണ്. അതുപോലെ തന്നെ UDF ചേരുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അല്ലാതെ തൃശ്ശൂരിലെ വിഷയത്തിന് വേണ്ടിയല്ല നാളെ KPCC ചേരുന്നത്. അത് ഞാൻ താങ്കളിലൂടെ താങ്കളുടെ ആ കമൻറ്റിൻ്റെ മറുപടിയായി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നു പോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂരിലാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും, പഠിക്കും, തിരുത്തലുകൾ വരുത്തും, മുന്നോട്ട് വരിക തന്നെ ചെയ്യും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP ചോദിച്ചോട്ടെ, ഈ മുഖ്യമന്ത്രി സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഈ പ്രേംകുമാർ അടക്കമുള്ളവർ പറയുന്നതിൽ എന്താണ് വാസ്തവമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ പറയുന്നു അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നു, പക്ഷേ പലരും ഒടുവിൽ നോട്ടീസ് അയച്ച് തള്ളിക്കളയുന്ന അവസ്ഥയുണ്ടാവുന്നു. ഈ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. മറുഭാഗത്തിന് നിങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഈ പെൻഷൻ നിങ്ങൾ ഏത് സാമ്പത്തിക സ്രോതസ്സിലൂടെ കൊടുക്കുമായിരുന്നു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ജനങ്ങൾ സാമ്പത്തികാവസ്ഥയിലെ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ മണ്ടക്കിട്ടു എന്നതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങളായിരുന്നെങ്കിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമായിരുന്നോ? ഞങ്ങളായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാക്കില്ലായിരുന്നേ. ഞങ്ങളാകുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. ഇതൊക്കെ തുടക്കത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചല്ലേ പ്രവീണ, അരുൺകുമാറെ? നമുക്കറിയാമല്ലോ, ഇത് അങ്ങനെയാണോ അരുൺകുമാർ എന്നെ ന്യായീകരിക്കേണ്ടത്? ഒരു ധനകാര്യ മാനേജ്മെന്റ് ഇങ്ങനെയാണോ? ധനകാര്യ മാനേജ്മെന്റ് ഇങ്ങനെ അല്ല എന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് CPIയുടെ മന്ത്രി സമ്മേളനങ്ങളിലെല്ലാം ധനമന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള ധനമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനം വരുന്നത്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നേരത്തെ പെൻഷൻ കൊടുത്തിരുന്നില്ലേ? ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ, ശരിയാണ്. പക്ഷെ പെൻഷൻ കൊടുത്തുകൊണ്ടാണോ സാമ്പത്തികമായി ഇത്രയും ബാധ്യത ഉണ്ടായിട്ടുള്ളത്? നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ പോകുമ്പോൾ 1957 കേരളം 900 കോടി കണ്ടെത്തണം. ചെറിയ താങ്കൾ ഈ ചർച്ചയുടെ ഗൗരവം കളയരുതേ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളം രൂപീകൃതമായതിനു ശേഷം 1957 ശേഷം 2016 മെയ് മാസം 25-ാം തീയതി UDF സർക്കാർ അധികാരത്തിൽ പോകുന്നത് വരെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതുകടമെന്ന് പറയുന്നത് 1.25 ലക്ഷം കോടി രൂപയായിരുന്നു. ഇന്നിപ്പോൾ അത് 4.5 ലക്ഷം കോടി രൂപയിലെത്തി നിൽക്കുന്നു. അത് ഈ പെൻഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും മോശം ധനകാര്യ മാനേജ്മെൻറ്റ് ഇത് തോമസ് ഐസക്കിൻ്റെ കാലത്ത് ഇത്രയും ഗതിയിലുണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് മാനേജ് ചെയ്യാൻ അറിയാവുന്നവരെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കണം. ഇതിനെ അപ്പോൾ ധനകാര്യ മാനേജ്മെന്റ് അങ്ങേറ്റം മോശമായ ഏത് സർക്കാരായാലും ആ സർക്കാരിനെ ചീത്ത അല്ല, കമ്പാരിറ്റീവ്ലി അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ ഇതിനെ വിമർശിക്കല്ലേ, അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ തരസ് വിമർശിച്ച് രംഗത്ത് വരികയല്ലേ.
അപ്പോൾ കമ്പാരിറ്റീവ്ലി പിന്നെ താങ്കൾക്ക് സംശയമുണ്ടോ ബാലഗോപാലിനേക്കാൾ ബെറ്റർ ആയിരുന്നു തോമസ് ഐസക് എന്നുള്ള കാര്യത്തിൽ? താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞെന്താണ് 2016 മുതൽ 2021 വരെയുള്ള സർക്കാരല്ല 2021 ശേഷം മുതലുള്ള സർക്കാർ എന്നാണ്. നോക്കൂ, അങ്ങനെ നോക്കിയാൽ തന്നെ ഈ സർക്കാരിൻ്റെ ധനകാര്യമായ ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലെ പിന്നെ എന്താ പറയുന്നത് കയ്യൊതുക്കമാണ്. ഇവിടെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ സംസ്ഥാനത്ത് ശമ്പളം മുടങ്ങിയത്? ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ പിന്നെ KSRTC ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്? അപ്പോൾ ഇതിനൊക്കെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ സർക്കാരിന് മൊത്തത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ കൂടി പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിഫലനമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തുടർച്ചയാവാൻ സാധ്യതയുണ്ട് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇതേ പ്രതീക്ഷയായിരുന്നു 2019 നിങ്ങൾക്ക്. പക്ഷേ 20 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു. ജ്യോതി, അതിന് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഇതിന് ഏറ്റവും ഉത്തരം പറഞ്ഞിരിക്കുന്നത് CPIയുടെ ജില്ലാ സമ്മേളനങ്ങളാണ്. സർക്കാരിൻ്റെ ഭരണപരാജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യ കാരണമെന്ന് CPIയുടെ മുഴുവൻ സമ്മേളനങ്ങളും വിലയിരുത്തുന്നു. ഓക്കെ.